പിണറായി വിജയന്റെ വസതിയിലെ ഇ.ഡി. റെയ്ഡിന് പിന്നാലെ തലസ്ഥാനത്തുണ്ടായ തെരുവ് യുദ്ധത്തിന്റെ ചൂടടങ്ങും മുൻപ് പോലീസിനെതിരെ പരസ്യ ഭീഷണിയുമായി CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു. പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർക്കെതിരെയാണ് കടുത്ത ഭാഷയിൽ ജില്ലാ സെക്രട്ടറി ഭീഷണി മുഴക്കിയത്. ഇടതുപക്ഷ പ്രവർത്തകരോട് മാന്യത വിട്ട് പെരുമാറിയാൽ നെഞ്ചത്ത് കയറി താളമേളം ചവിട്ടുമെന്നാണ് സുരേഷ് ബാബുവിന്റെ പരസ്യ താക്കീത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിനെതിരെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിന് ശേഷമുള്ള പൊതുയോഗത്തിലായിരുന്നു വിവാദ പ്രസംഗം. തലസ്ഥാനത്ത് ഇ.ഡി. സംഘത്തെ തടഞ്ഞാക്രമിച്ച സംഭവം കേവലം ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണെന്നും യഥാർത്ഥ പൂരം ഇനി കാണാൻ കിടക്കുന്നതേയുള്ളൂവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പാലക്കാട് ടൗൺ നോർത്ത് CIയെ വ്യക്തിപരമായി പരാമർശിച്ചുകൊണ്ടായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ പ്രസംഗം. നോർത്തിലൊരു CI ഉണ്ട്, അവന് വല്ലാത്ത ചൊറിച്ചിലാണ്. ആ ചൊറിച്ചിലൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും കമ്മ്യൂണിസ്റ്റുകാരോടും കാണിക്കാൻ നിൽക്കരുത് എന്നാണ് താക്കീതായി പറയാനുള്ളത്. മാന്യതയാണെങ്കിൽ അധിക മാന്യത കാണിക്കുന്നവരാണ് ഞങ്ങൾ. മാന്യത വിട്ടാൽ നിന്റെ നെഞ്ചത്ത് കയറി താളമേളം ചവിട്ടും ഞങ്ങൾ. ഇതൊക്കെ കണ്ടും അനുഭവിച്ചും നിന്നേക്കാളും ശക്തിയും കരുത്തുമുള്ള ഒരുപാട് പോലീസുകാരെ നേരിട്ടുമാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്, സുരേഷ് ബാബു പറഞ്ഞു. സംസ്ഥാനത്ത് ഭരണം മാറിയ പശ്ചാത്തലത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ കാണിക്കുന്ന ആവേശം കമ്മ്യൂണിസ്റ്റുകാരോട് വേണ്ടെന്ന മുന്നറിയിപ്പാണ് CPM ഇതിലൂടെ നൽകുന്നത്. ഗുണ്ടായിസം കാണിക്കാൻ പോലീസുകാർ മെനക്കെട്ടാൽ ആ ഗുണ്ടകളെ ഒതുക്കാനുള്ള കരുത്ത് ഇടതുപക്ഷത്തിനുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്ത് റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ ഇ.ഡി. ഉദ്യോഗസ്ഥരെ CPM DYFI പ്രവർത്തകർ വഴിയിൽ തടയുകയും മർദ്ദിക്കുകയും ചെയ്ത സംഭവം നിയമക്കുരുക്കിലേക്ക് നീങ്ങുന്നതിനിടയിലാണ് പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ ഈ ന്യായീകരണം. കേരളത്തിൽ ഭരണം മാറി എന്ന് വിചാരിച്ച് എന്ത് തോന്നിയവാസവും ചെയ്യാമെന്ന് കരുതേണ്ട. ഇതൊരു സാമ്പിൾ വെടിക്കെട്ടല്ലേ? ഇതിന് അപ്പുറമുള്ള നല്ല പൂരം കാണാനല്ലേ പോകുന്നത്? ഞങ്ങൾക്ക് ഇ.ഡിയുമില്ല, ഒരു ചുക്കുമില്ല. കേന്ദ്ര ഏജൻസികളെ വെല്ലുവിളിച്ചുകൊണ്ട് സുരേഷ് ബാബു വ്യക്തമാക്കി. അതേസമയം തിരുവനന്തപുരത്തെ അക്രമ സംഭവത്തിൽ ഇതിനകം തന്നെ പാളയം ലോക്കൽ സെക്രട്ടറി IP ബിനു ഉൾപ്പെടെയുള്ള പ്രമുഖ CPM നേതാക്കൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഈ കേസ് കോടതിയിൽ ഇ.ഡി. തങ്ങൾക്ക് അനുകൂലമായ ആയുധമാക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് പാർട്ടിയുടെ ജില്ലാ തലപ്പത്ത് നിന്ന് തന്നെ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ വരുന്നത്. അതേസമയം CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം നേരിടുന്ന മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെയുള്ള നീക്കങ്ങൾ ഇ.ഡി. അതിവേഗത്തിലാക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി നടന്ന പരമ്പര റെയ്ഡുകളിൽ കേസിന് ആധാരമായ കള്ളപ്പണ ഇടപാടുകളുടെ നിർണായക തെളിവുകൾ ലഭിച്ചു എന്നാണ് ഇ.ഡി. വ്യക്തമാക്കുന്നത്. വീണ വിജയനെ ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്താൻ തക്കമുള്ള കൃത്യമായ രേഖകൾ കൈവശമുണ്ടെന്ന് ഉറപ്പിക്കുന്ന ഇ.ഡി. ഇനി കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയുന്നത്.